ഹായ് ഹലോ വെൽക്കം ടു ശിവദീക്ഷ. അപ്പോൾ ഇന്ന് നമ്മളൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഇപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുറേ നമുക്ക് അംബർല സ്കേർട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് തയ്ക്കാനുള്ള ഓർഡറുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളതിനെ മാക്സിമം ഫിനിഷിങ്ങിൽ കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് വീണ്ടും ഓർഡർ അവരിൽ നിന്ന് കിട്ടണമെങ്കിലുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ്, അപ്പോൾ അത് അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഇരിക്കുന്നത് ക്രേപ്പിൻ്റെ ലൈനിങ് ആണ്. അപ്പോൾ ഈ ഒരു ലൈനിങ്ങിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ റോൾഡ് ഹെം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും റോൾഡ് ഹെം വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിത് മടക്കി അടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഒരൊറ്റ തവണ മടക്കിയിട്ട്, നമ്മൾ സാധാ നോർമലി തയ്ക്കുന്നത് 2 തവണ മടക്കി തയ്ക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് 2 തവണ മടക്കി തയ്ക്കുമ്പോൾ ആ ഒരു കുറച്ച് പോർഷനിൽ നേരെ കിട്ടും. പക്ഷേ കുറച്ച് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മടക്കാൻ പറ്റാണ്ടുള്ള അവസ്ഥയിലേക്ക് വരും. അവസാനം നമ്മളത് വലിച്ചു പിടിക്കും, ചുളിവ് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്പാണ്. ആ ടിപ്പ് ഓൾമോസ്റ്റ് എല്ലാ തയ്യലുകാർക്കും അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒറ്റ തവണ മടക്കിയിട്ട് നമ്മൾ സാധാ അടിക്കുന്ന രീതിയിലല്ലാണ്ട് അതിൻ്റെ എഡ്ജിലൂടെ അടിച്ച് വരാം. അപ്പം ഞാൻ നേരത്തെ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ആ മിഷീൻ്റെ ഒരു വെട്ടം കാരണം നമുക്കത് ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഒരു തവണ നമ്മൾ എഡ്ജിലൂടെ അടിച്ചതിന് ശേഷം വീണ്ടും മടക്കിയിട്ട് നോർമലി നമ്മൾ തയ്ക്കുന്ന പോലെ സൈഡിലൂടെ തയ്ച്ച് വരിക. നോർമൽ എങ്ങനെയാണോ തയ്ക്കണത് അതുപോലെ. സിമ്പിളാണ്. 2 തവണ അടിക്കണം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ 2 തവണ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുമ്പോൾ അത് നല്ല ഫിനിഷോട് കൂടിയാണ് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് ഒരു തവണ കൂടി ചെയ്യേണ്ടി വരുന്നുള്ളൂ. അതായത് ഒരു തവണ അടിച്ചിട്ട് വീണ്ടും മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ 2 തവണ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒറ്റത്തവണ ചെയ്യുമ്പോഴുള്ള റിസൾട്ടിനേക്കാളും നല്ല ഫിനിഷിങ്ങിലാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കുമ്പോഴായാലും നമ്മളുടെ തയ്ക്കുമ്പോഴായാലും ഫിനിഷിങ്ങോട് കൂടി തയ്ക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇതിനോടൊരു ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ ഫിനിഷിങ്ങോട് കൂടി തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ആയാലും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും നോക്കിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതിൽ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മൾ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഇത് ഞാനൊരു ഓണത്തിന് വന്നിട്ടുള്ള ഓർഡറിൻ്റെ ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, അംബർല സ്കേർട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓണത്തിന് മുമ്പ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അതുപോലെ സബ് ചെയ്യുക. താങ്ക് യു.